ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ അപേക്ഷകൾ എല്ലാ വിഭാഗത്തിലും കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഉള്ള രസീത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വയസ്സ് കൂട്ടുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ശക്തിയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ പരീക്ഷയിൽ ആദ്യം വരാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡാണ്. അതിൻ്റെ മെയിൻ പരീക്ഷ നമ്മൾ ഫെബ്രുവരിയോടുകൂടി അത് നടക്കും. അപ്പോൾ അതിന് നമ്മുടെ കുട്ടികളെ സഹായിക്കണം. അതിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല കേട്ടോ, അതാണ് ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് കൂടുതൽ GK തന്നെ ഇനി പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് GK ക്ലാസ്സാണ് കൂടുതൽ വരാൻ പോകുന്നത്. GK മാത്സും വരാൻ പറയും, ഇംഗ്ലീഷും തുടങ്ങും. GK മാത്സും കൂടുതൽ എടുക്കാം. എന്താ എന്നിട്ട് മറ്റൊരു കാര്യം, മാത്സ് ക്ലാസ് ഇട്ടിട്ട് വലിയൊരു പ്രതികരണം ഇല്ല. ഇത് ഇടുമ്പോഴത്തേക്ക് നമുക്ക് തോന്നണ്ടേ, ഇതിപ്പോൾ ആരും കാണാനില്ലെങ്കിൽ നമുക്ക് നിർത്തിപ്പോയി. എന്നിട്ട് നമുക്ക് 99.99 രൂപയ്ക്ക് ഒരു ക്ലാസ്സാണ് തുടങ്ങണമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ആരും കാണുന്നില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് ഉപയോഗമില്ല. വളരെ കുറച്ച് പേര് മാത്രമേ ഈ ക്ലാസ് കാണുന്നുള്ളൂ. അതുകൊണ്ട് ബലാത്കാരമായി നിങ്ങൾ ക്ലാസ് കാണണമെന്നും പറയാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല. പക്ഷേ ആൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളിത് നിർത്തിപ്പോകാനേ മാർഗമുള്ളൂ, വേറൊരു മാർഗവുമില്ല. ഒന്നാമത് ഈ ക്ലാസ് എടുത്ത് ഇങ്ങനെ പോകുന്നതിന് തന്നെ ചിലവുണ്ട്. ഇത് ഒരു വലിയ ഭാരിച്ച ചിലവോടുള്ളൊരു സംഗതിയാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ഞങ്ങൾക്ക് വേണം. കൂടുതൽ സംസാരിക്കുന്നില്ല. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഫൈനൽ എഴുതാൻ ധാരാളം ആളുകൾ വിജയിച്ചിട്ടുണ്ട്. വിജയിച്ച എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 1-ാം തീയതിയാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ആ ജനുവരി 1-നകത്ത് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് അഡ്മിഷൻ എടുക്കാം. ഏകദേശം ഒരു വർഷത്തേക്ക് ഒരു 2000 രൂപ ചിലവ് വരും. മൊത്തത്തിൽ പഠിക്കാൻ 2000 രൂപയോളം ഒരു വർഷത്തേക്ക് ചിലവ് വരും. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ വന്ന് പഠിക്കാം. ആഴ്ചയിൽ 6 ദിവസം ഫുൾ ടൈം ക്ലാസ് ഉണ്ടാകും. 9:30 തുടങ്ങി 3:15 വരെയാണ് ക്ലാസ് സമയം. വരുന്നവർക്ക് വരാം. പക്ഷേ റാങ്ക് ഫയൽ കൊണ്ടുവരുന്നവരെ ക്ലാസ് കയറ്റില്ല. ഉത്തരങ്ങൾ വിളിച്ചു പറയുന്നവരെ ക്ലാസ്സിൽ ഇരുത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ ആദ്യമൊക്കെ വന്ന് ചിലർ ഉത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അവരെ ക്ലാസ്സിൽ ഇരുത്തില്ല, അവരെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കും. മറ്റൊന്ന്, നമ്മുടെ സ്ഥാപനത്തിൽ 100-500 രൂപ കൊടുത്ത് ഒരു വർഷം പഠിച്ചിട്ട് നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പോയി മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർ ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് ആ ഫീസ് ഇവിടെയും അടയ്ക്കണം. വേണോ വേണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലേ? നമ്മുടെ നോട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോയി ഈ സ്ഥാപനങ്ങൾക്ക് കൊടുത്തവരത് മാത്രമല്ല, അവിടെ സ്ഥാപനങ്ങളിൽ ഹീറോ ആയവരാണ്. ഉത്തരം വിളിച്ചു പറഞ്ഞവരൊക്കെ ഇവിടെ ഉള്ളവരാണ്. ഇവിടെ ഉള്ളവർക്ക് പ്രത്യേക ഒരു ബാച്ചാണ്, ഒരു ക്ലാസ്സാണ്. ഇവിടെ നിന്ന് പോയവർക്ക്, ചക്രവാണി സാറിൻ്റെ അവിടെ നിന്ന് പോയവർക്ക്, ചക്രവാണി ക്ലാസ്സസിലുള്ള കുട്ടികൾ എവിടെ ചേർന്നാലും അവർക്ക് അവിടെ ഒരു പ്രത്യേക ഡിവിഷനാണ്. കാരണം ഇവർ ഉത്തരം വിളിച്ചവർ, അധ്യാപകർക്ക് ആ ക്ലാസ്സിൽ കയറാൻ തന്നെ പാടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അറിയുന്നത്. എന്തായാലും അങ്ങനെ ഇവിടെ നിന്ന് പോയ കുട്ടികൾ വളരെ പ്രസരിപ്പോടുകൂടി പഠിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ ഉത്തരങ്ങൾ വിളിച്ച് പറയരുത്, കറക്റ്റ് കാര്യങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ജോലി നേടണം. അതിനുവേണ്ടിയാണ് നിങ്ങളിവിടെ നിന്ന് പോയിട്ടുള്ളത്. ഇനി തിരിച്ച് വരണമെങ്കിൽ നിങ്ങൾക്ക് വരാം, പക്ഷേ അവിടെ കൊടുത്തിട്ടുള്ള സകല ഫീസും കൂടെ അടയ്ക്കണം. എന്നാലേ ഇവിടെ കയറ്റുള്ളൂ, അല്ലെങ്കിൽ കയറ്റില്ല. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ തോന്നി എന്താണെന്നറിയാം. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, നമ്മൾ സാധാരണ അധ്യാപകരല്ലേ, നമ്മൾ വലിയ വീരശൂര പരാക്രമികളൊന്നും അല്ലല്ലോ, പ്രതാപരൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരാണ്. ശരി, ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ മതിയോ? പോരാ. പിന്നെ നമുക്കൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കുകയാണ്. പണ്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്നേക്ക് ഒരു 15 വർഷം മുമ്പ് നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യാം നമുക്ക്. അതിനകത്ത് പുതിയ ക്വസ്റ്റ്യൻ വരും, പഴയ ക്വസ്റ്റ്യൻ വരും, എല്ലാം വരും. GK ആണ്. യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഫൈനൽ സ്പെഷ്യൽ ക്ലാസ്. ഈസ് ഇറ്റ് എ സ്പെഷ്യൽ ക്ലാസ് എന്ന് വിചാരിക്കാൻ നോക്കി. ശരി, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പിന്നെ ധന്വന്തരി എന്ന് കേട്ടുകയാണ്. ധന്വന്തരി ഇടയ്ക്ക് വാർത്താ പ്രാധാന്യം ഒരുപാട് വന്നതാണല്ലേ. ധന്വന്തരിയുടെ ചിത്രം ആലേഖനം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടതാണ്. ഈ ധന്വന്തരി ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? ഒരു PSC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ധന്വന്തരി, കാളിദാസൻ, വരാഹമിഹിരൻ തുടങ്ങിയ ആളുകൾ ജീവിച്ചിരുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ആരുടെ കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിലാണ്. അപ്പോൾ ധന്വന്തരി ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? ഗുപ്ത കാലഘട്ടം. കാളിദാസൻ ഗുപ്ത കാലഘട്ടം, വരാഹമിഹിരൻ ഗുപ്ത കാലഘട്ടം. ഇനി ഗുപ്ത കാലഘട്ടത്തെ കുറിച്ച് എന്തറിയാം? ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. ശരി,
ഗുപ്ത കാലഘട്ടത്തിലെ പ്രബലനായ രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. സമുദ്രഗുപ്തൻ എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യൻ നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? സമുദ്രഗുപ്തനെയാണ്. ഗുപ്ത കാലഘട്ടമാണ് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം ഏതാണ്? കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത്? അദ്ദേഹം സുകുമാര കലകൾക്ക്, സംഗീതം തുടങ്ങിയവയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത രാജാവാണ് സ്വാതി തിരുനാൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടമെന്ന് അറിയപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പലർക്കും കൺഫ്യൂഷനാണ്. ഈ ഗുപ്ത കാലഘട്ടവും മൗര്യ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പും, ഗുപ്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ശേഷവും, AD. അത് മറ്റേത് BC. ഇപ്പോൾ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് എന്താണ് അറിയാമുള്ളത്? നമുക്കെല്ലാം മൊത്തത്തിൽ ഇത് സിലബസിലുള്ളതല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയും, പരീക്ഷ എഴുതണമെങ്കിൽ സവിസ്തര കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പറയും. മൗര്യ സാമ്രാജ്യത്തിന്റെ ഗ്രീക്ക് അംബാസഡർ എന്നറിയപ്പെടുന്നതാണ് മെഗസ്തനീസ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഇന്ഡിക്ക. ഇന്ഡിക്ക ചോദിക്കുന്നതാണ്. അടുത്തത് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. തലസ്ഥാനം പാടലിപുത്രം. അദ്ദേഹം മരിച്ചത് ശ്രാവണ ബലഗോള, ഇപ്പോഴത്തെ കർണാടക. ജൈനമത വിശ്വാസിയായി ശ്രാവണ ബലഗോളയിലാണ് അദ്ദേഹം മരിച്ചത്. മൗര്യ സാമ്രാജ്യത്തിലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഉപദേശകനായിരുന്നു ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? അർത്ഥശാസ്ത്രം. കേരളത്തെക്കുറിച്ചൊക്കെ പരാമർശം ഉള്ളതാണ്. ഈ അർത്ഥശാസ്ത്രം പിന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തായിരുന്നു ശ്യാമശാസ്ത്രി. PSC 1 മാർക്ക്. പലർക്കും ചിലപ്പോൾ ഡൗട്ട് വരാം. ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ശ്യാമശാസ്ത്രി. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താരാണ്? ശ്യാമശാസ്ത്രി. ഇപ്പൊ ഇന്ത്യക്ക് ആരുടെ കൃതിയാണ്? മെഗസ്തനീസിന്റെ കൃതിയാണ് അല്ലേ? മുദ്രാരാക്ഷസം വിശാഖദത്തൻ. വിശാഖദത്തൻ അതും ഒരു പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തിരുക്കുറൽ തിരുവള്ളുവർ അതും പ്രധാനപ്പെട്ട ഒരു കൃതിയാണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ മൗര്യ കാലഘട്ടം നമ്മൾ പറഞ്ഞു, ഗുപ്ത കാലഘട്ടം നമ്മൾ പറഞ്ഞു. ഇനി കുട്ടികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞതിന് മറ്റുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. പിന്നെ സിന്ധു നദീതട സംസ്കാരത്തിൽ ജീവിച്ചിരുന്നവർ ആര്യന്മാരാണോ ദ്രാവിഡരാണോ? ദ്രാവിഡർ. ഈ ദ്രാവിഡർ ഉണ്ടായപ്പോഴത്തേക്കാണ് ആര് വരുന്നത്? ആര്യന്മാർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വേദ കാലഘട്ടം എന്ന് പറയുന്നത് ആര്യന്മാരുടെ കാലഘട്ടമാണ് അല്ലേ? ആര്യന്മാരുടെ കാലഘട്ടത്തിലുള്ള ഇതിഹാസങ്ങൾ, കൃതികൾ ഏതൊക്കെയാണ്? മഹാഭാരതം, രാമായണം. നിങ്ങൾ പറഞ്ഞു ശരി. പക്ഷേ ഈ അടുത്ത കാലത്ത് മഹാഭാരതവും രാമായണവും ഏത് ഭാഷയിലാണ് എഴുതിയതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചെറിയൊരു വേവറി. ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ് എഴുതിയത്. സംസ്കൃതം നമ്മുടെ പിന്നെ ക്ലാസിക്കൽ ഭാഷയിൽ പെടുന്നതാണോ? ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച എത്ര ഭാഷകളുണ്ട്? 6 ഭാഷകളുണ്ട്. ഏതൊക്കെയാണ് ഐശ്വര്യ? തമിഴ്, സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിങ്ങനെ 6 ഭാഷകൾക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ മലയാളത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് 2013 മെയ് 23-നാണ്. 23 ഈ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കണമെങ്കിൽ ആ ഭാഷ എത്ര കാലം നിലവിലിരിക്കണം? 1500 വർഷത്തോളം അത് പഴക്കം ഉണ്ടാവണം. എന്നാലും ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുകയുള്ളൂ. ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് ആദ്യമായിട്ട് ലഭിച്ചത്. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ധന്വന്തരി ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്? ഗുപ്ത കാലഘട്ടത്തിലാണ്. പിന്നെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടമാണെന്നും ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് പറയുന്നത് സമുദ്രഗുപ്തനാണെന്നും മൗര്യ സാമ്രാജ്യം പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതെന്നും പിൻഗാമി ബിന്ദുസാരനെന്നും അതിൻ്റെ പിൻഗാമി അശോകനെന്നും പറഞ്ഞു. അശോകനുമായി ബന്ധപ്പെട്ട ഒരു വർഷം PSC കിടന്ന് കറങ്ങുന്നുണ്ട്. കലിംഗ യുദ്ധം എന്നാണ്? ഈ കലിംഗ എവിടെയാണ്? ഒഡീഷയിലാണ് കലിംഗ യുദ്ധം അല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്വസ്റ്റ്യനാണ് കഴിഞ്ഞത്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ശ്യാമശാസ്ത്രിയാണെന്ന് പറഞ്ഞു. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്ന ഒരു നദിയുണ്ട് ഇവിടെ. ഏതാണ്? പെരിയാർ. എന്തോന്നാണ് പറഞ്ഞിരിക്കുന്നത്? ചൂർണി. അപ്പൊ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിൽ ആകെ നദികൾ എത്ര? 44. അത് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എത്ര? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41. 100 കിലോമീറ്റർ കൂടുതലുള്ള എത്രയാ? 11 കിലോമീറ്റർ കൂടുതലുള്ള. ഇനി 200 കിലോമീറ്റർ കൂടുതലുള്ള 2 നദികളാണ് പെരിയാറും ഭാരതപ്പുഴയുമാണ്. ഇത് ഈ ക്വസ്റ്റ്യൻസ്
യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ശരിയല്ല? ശരി, നമുക്കിനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാൽ എന്താ? 15 വർഷത്തിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. മനസ്സിലായില്ലേ? അത് ഒരു രസമാണിത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഈ ബ്രഹ്മോസ്? ഐശ്വര്യക്ക് ചാൻസ് കൊടുക്കാം. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിച്ച ഒരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. ശരി, ഈ ബ്രഹ്മോസ് എന്നുള്ള പേരെങ്ങനെ കിട്ടിയത്? ബ്രഹ്മപുത്രയും മോസ്കോ നദി, 2 നദികളുടെ പേര് ചേർന്നിട്ടാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. അപ്പൊ ബ്രഹ്മപുത്രയും മോസ്കോ നദി. മോസ്കോ നദി റഷ്യയിലാണ്. ബ്രഹ്മപുത്ര ഇന്ത്യയിൽ. ഈ ബ്രഹ്മപുത്ര നദി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ടിബറ്റിലെ ഹിമാനി. ശരി, അത് അവിടെ ഈ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് എന്താണ്? ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്നാണ്. ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ ദിഹാങ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. ആസാമിന്റെ ദുഃഖം ഏത് നദിയാണ്? ബ്രഹ്മപുത്ര നദിയാണ്. അപ്പൊ ആസാമിന്റെ ദുഃഖം നിങ്ങൾ പറഞ്ഞു, എന്താണ്? ബ്രഹ്മപുത്ര നദി. ചുവന്ന നദി എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദി. ബ്രഹ്മപുത്ര നദി എത്ര രാജ്യത്തിൽ കൂടി ഒഴുകുന്നുണ്ട്? 3 രാജ്യങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ഏതൊക്കെ? ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ്. 3 രാജ്യങ്ങളിൽ കൂടി ബ്രഹ്മപുത്ര നദി ഒഴുകി എവിടെ പതിക്കുന്നു? ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ബംഗാൾ ഉൾക്കടൽ, ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്നു. അതായത് ചോള ലേക്കിൽ പതിക്കുന്നു. ചോള ലേക്കിൽ പതിക്കുന്നു. ഇനി നമുക്ക് ചില ദുഃഖങ്ങൾ പറയാം. എനിക്കും ചില ദുഃഖങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചാലേ എനിക്ക് സന്തോഷമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ദുഃഖമാണ്. ചക്രവാണി സാറിൻ്റെ ദുഃഖം എന്ത് എന്ന് കേട്ടാൽ ഇപ്പം നമ്മൾ ചാനലിൽ ക്ലാസ് പോയാൽ ആൾ കാണാനില്ലെങ്കിൽ പിന്നെ എനിക്ക് ദുഃഖമല്ലേ? ഈ പ്രായത്തിൽ ഞാൻ എൻ്റെ പ്രായത്തിൽ അധ്വാനിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സുകൾ പഠിക്കേണ്ട സമയത്താണ് ഇവിടെ വന്ന് മറ്റുള്ളവരെ സഹായിക്കുന്നത്, സൂരജ് വന്ന് സഹായിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അത് എൻ്റെ ഒരു സ്വകാര്യ ദുഃഖം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ബംഗാളിൻ്റെ ദുഃഖം എന്താണ്? ദാമോദർ നദി. ദാമോദർ നദി വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ? അവിടുത്തെ ദുഃഖം കോസി റിവറാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് കോസി റിവറാണെന്നും മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ റഷ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഓടി വന്നു. റഷ്യ ലോകത്തിലെ എത്രാമത്തെ വലിയ രാജ്യമാണ്? 1. 2, റഷ്യയുടെ പഴയ പേരെന്തോന്നായിരുന്നു? റഷ്യ ഉൾപ്പെടുന്ന രാജ്യത്തിൻ്റെ റഷ്യൻ വിപ്ലവം, റഷ്യയിലെ പാർലമെൻറ്റ്, റഷ്യയിലെ നാണയം, ഇങ്ങനെ പറയുന്നതാണ് നമ്മുടെ സ്റ്റൈൽ. അപ്പോൾ റഷ്യയെക്കുറിച്ചൊന്ന് വിവരിച്ചാൽ എന്താ? വിവരിച്ചോളൂ. റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ആണ്. റഷ്യയുടെ ക്യാപിറ്റൽ മോസ്കോ ആണ്. റഷ്യയിലെ നാണയം അറിയപ്പെടുന്നത് റൂബിൾ എന്നാണ്. റൂബിൾ ആണ് റഷ്യയിലെ നാണയം. ഇനി റഷ്യയിലെ ഒരു നദിയാണ് ഓൾഗ നദി. ഓൾഗ എന്ന് പറയുന്ന നദിയും റഷ്യയിലാണ്. റഷ്യയുടെ പഴയ പേരാണ് USSR, യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്. 1991 USSR തകരുന്നത്. 15 രാജ്യങ്ങളായി പിരിഞ്ഞു പോകുന്നു. അതിലൊരു രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യ. ഇനി റഷ്യൻ വിപ്ലവത്തെ കുറിച്ചൊന്ന് സൂചിപ്പിക്കണ്ടേ? റഷ്യൻ വിപ്ലവം 1917 നടക്കുന്നത്. സർ ചക്രവർത്തിമാർക്കെതിരെയായിരുന്നു റഷ്യൻ വിപ്ലവം. അതായത് ഒക്ടോബർ വിപ്ലവം അല്ലേ? അതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ലെനിനാണ് റഷ്യൻ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത്. അത് ബോൾഷെവിക് പാർട്ടിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ലെനിൻ മരിച്ചത് 1924 അല്ലേ? ലെനിന് ശേഷം അധികാരത്തിൽ വന്ന ആരാണ്? ജോസഫ് സ്റ്റാലിനാണ് പിന്നീട് അധികാരത്തിൽ വരുന്നതും. 2ാം ലോക മഹായുദ്ധം നയിക്കുന്നതൊക്കെ ആരാണ്? സ്റ്റാലിനാണെന്നുള്ളത് എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. റഷ്യയെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. റഷ്യൻ പാർലമെന്റിന്റെ പേരെന്താണ്? ഡ്യൂമ. റഷ്യൻ പാർലമെന്റിന്റെ പേരെന്താണ്? ഡ്യൂമ. അപ്പൊ സൈബീരിയ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ്? റഷ്യയിലാണ്. ഏറ്റവും തണുത്ത ഒരു പ്രദേശമാണ് സൈബീരിയ. പണ്ടൊക്കെ ആളുകൾ നാടുകടത്തുന്ന ഒരു സ്ഥലമാണ് ഏത്? സൈബീരിയ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ കാലാപാനി. സൈബീരിയ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, കാലാപാനി. ഷെർ അലി മേയോ പ്രഭുവിനെ വധിക്കുന്ന അവിടെ വെച്ചിട്ടാണ്. ആളിലൊക്കെ ജയിലടച്ച എവിടെയാണ് അല്ലേ? കാലാപാനി. ശരിയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നായിരുന്നു. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടും. ശരിയല്ലേ യഥാർത്ഥത്തിൽ? പിന്നെ ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര വ്യത്യാസമുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടി, ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര വ്യത്യാസമുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടു. നിങ്ങൾക്ക് GMT എന്താണ്, IST എന്താണ്, ബിഗ് ബെൻ ഘടികാരം എന്താണ്, അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്, ഭൂമധ്യരേഖ എന്താണ്, പിന്നെ ഗ്രീൻവിച്ച് രേഖ ഏതാണ്, പിന്നെ മൊത്തത്തിൽ അക്ഷാംശ രേഖ, രേഖാംശ രേഖ, അന്തർദേശീയ ദിനാങ്ക രേഖ,
റൊട്ടേഷൻ, റവല്യൂഷൻ, ഇതൊക്കെ കൂടെ ചേർത്തൊന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് ത്രസിപ്പിക്കുന്ന ഒന്നായിരിക്കും. ശരിയല്ലേ? നമുക്കൊന്ന് വരച്ച് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ ഇത് വരയ്ക്കണമെന്ന് അവർ ഇത് ആരെങ്കിലും കണ്ടാൽ മതിയല്ലോ. ഇതിപ്പോൾ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ആരും കാണാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഓ, സൂരജ് അവിടെ ഇരുന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്ത്യ പാർട്ട് 4 കിടപ്പുണ്ടതാണ്. 2020 ഒക്ടോബർ 15 മുതലിട്ട ക്ലാസ്സിൽ ഒരു ക്ലാസ്സാണ് ഇന്ത്യ പാർട്ട് 4. അതിനകത്ത് ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അതൊക്കെ എടുത്ത് നോക്കാൻ ഈ മടിയുള്ളവർക്ക് പറ്റുമോ? ചില മടിയുള്ളവരും ഉണ്ട് നമ്മളുടെ കൂട്ടത്തിൽ, അവർ നോക്കില്ല. അപ്പം നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്താ? ശരി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ചും ഇന്ത്യയുടെ കിടപ്പിനെ കുറിച്ചും ഒക്കെ ഒന്ന് സവിസ്തരമായി നിങ്ങൾക്ക് ആർക്കും വേണം സംസാരിക്കാം. ഇന്ത്യയുടെ പ്രാദേശിക സമയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയുടെ പ്രാദേശിക സമയവും ഗ്രീനിച്ച് സമയവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ്. 5.5 മണിക്കൂർ കൂടുതലാണ്. ഏതിനേക്കാളും കൂടുതലാണ്? ഗ്രീനിച്ച് സമയത്തെക്കാളും കൂടുതലാണ്. ശരി, എന്തുകൊണ്ട്? അപ്പൊ 5.5 മണിക്കൂർ കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ആകെ സമയമേഖലകൾ എന്ന് പറയുന്നത് 24 ആണ്. ആകെ സമയമേഖലകൾ 24 എങ്ങനെ കിട്ടി? ആകെ രേഖാംശ രേഖകൾ 360 ആണ്. പിന്നെ ഒരു സമയമേഖല എന്ന് പറയുന്നത് 15 ഡിഗ്രി രേഖാംശമാണ്. 360/15 ആണ് 24 സമയമേഖല. 24 സമയമേഖല. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം ഇന്ത്യ ഗ്രീനിച്ചിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. കിഴക്ക് ഭാഗത്ത് ഓരോ 15 ഡിഗ്രി രേഖാംശത്തിനും എത്ര മണിക്കൂർ കൂടും? 1 മണിക്കൂർ കൂടും. 1 ഡിഗ്രിക്ക് കറങ്ങാൻ എത്ര സമയം എടുക്കും? 4 മിനിറ്റ് എടുക്കും. 4 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന രേഖ ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യയുടെ സമയം കണക്കാക്കുക. അതിനാണ് ഈ പിന്നെ മാനക രേഖാംശം എന്ന് പറയുന്നത്. മാനക രേഖാംശം എന്ന് പറയുന്നത്. ഇനി ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളതെന്നാണ് ഈ റൊട്ടേഷനും റവല്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? റൊട്ടേഷൻ എന്ന് പറയുന്നത് ഭ്രമണമാണ്. എന്താണ്? സ്വയം കറങ്ങുകയാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് റൊട്ടേഷൻ അഥവാ ഭ്രമണം എന്ന് പറയുന്നത്. അതിന് എത്ര സമയം എടുക്കും ഭൂമി? ഒരു ഭ്രമണത്തിന് എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. ഇനി റവല്യൂഷൻ എന്ന് പരിക്രമണം. പരിക്രമണം എന്ന് പറയുന്നത് എന്താണ്? റവല്യൂഷൻ ആണ് സൂര്യനെ കറങ്ങുന്നത്. സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഭൂമി സൂര്യനെയും ചുറ്റുന്നുണ്ട്. അതാണ് പരിക്രമണം. അതിന് 365 ദിവസം എടുക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അക്ഷാംശ രേഖകളാകെ എത്രയാണ്? 180. 90 പ്ലസ് 90, 180. 90 ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ, 90 ഭൂമധ്യരേഖയ്ക്ക് താഴെയും. രേഖാംശ രേഖകൾ 360. എങ്ങനെ? 180 പ്ലസ് 180. പടിഞ്ഞാറോട്ട് 180, കിഴക്കോട്ട് 180. ഈ 180 രേഖകൾ വന്നു ചേരുന്നത് എവിടെയാണ്? അന്തർദേശീയ ദിനാങ്ക രേഖ. അതൊരു രേഖാംശ രേഖയാണ്. അന്തർദേശീയ ദിനാങ്ക രേഖ എവിടെ കൂടി കടന്നു പോകുന്നു? ബെറിങ് കടലിടുക്കിൽ കൂടി കടന്നു പോകുന്നു. വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരേ ഒരു രേഖാംശ രേഖ ഏതാണ്? അന്തർദേശീയ ദിനാങ്ക രേഖ. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചായ്വ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. നിങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പറ്റുന്നത് ഞാനിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഐശ്വര്യ, ഭൂമിയുടെ ചുറ്റളവ് എത്ര കിലോമീറ്ററാണ്? 40,075 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ ഭൂമധ്യരേഖത്തെ വ്യാസം എത്രയാണ്? 12,754 കിലോമീറ്റർ. 12,754 കിലോമീറ്റർ. ശരി. ഇന്ത്യയുടെ ഭൂവിസ്തൃതി എത്രയാണ്? 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഇത് സ്ക്വയർ മൈലിൽ എത്രയാണ്? 12,69,214 സ്ക്വയർ മൈൽ. 12,69,214 സ്ക്വയർ മൈൽ. സ്ക്വയർ മൈൽ. ഈ സ്ക്വയർ കിലോമീറ്ററിനെ സ്ക്വയർ മൈലാക്കാൻ എന്ത് ചെയ്താൽ മതി? 2.59 കൊണ്ട് ഭാഗിച്ചാൽ മതി. എന്തിനെ? സ്ക്വയർ കിലോമീറ്ററിനെ. അപ്പോൾ സ്ക്വയർ കിലോമീറ്ററിനെ സ്ക്വയർ മൈലാക്കാൻ സ്ക്വയർ കിലോമീറ്ററിനെ 2.59 കൊണ്ട് ഭാഗിച്ച് കിട്ടുന്നതാണ് സ്ക്വയർ മൈൽ. ലോകവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.4%. ലോകവിസ്തൃതിയുടെ 2.4%. ലോകത്ത് ഭൂവിസ്തൃതിയിൽ എത്ര സ്ഥാനം ഇന്ത്യക്കുണ്ട്? 7ാം സ്ഥാനം. ജനസംഖ്യയിൽ 1ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. നമ്മൾ ലോകത്തെ ഒരു പ്രബല രാജ്യമായി മാറുകയാണ്. ശരി അല്ലേ? ശരി. അപ്പോൾ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ ടൈം, GMT ഗ്രീനിച്ച് മീൻ ടൈം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്ത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നു? തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ശരി.
ഇന്ത്യ ഭൂമധ്യരേഖയുടെ ഏത് ഭാഗത്ത് കിടക്കും? വടക്ക്. വടക്ക് ഭാഗത്ത്. ഇന്ത്യ ഗ്രീനിച്ച് രേഖയുടെ ഏത് ഭാഗത്ത് കിടക്കും? കിഴക്ക് ഭാഗത്ത് കിടക്കും. ശരിയല്ലേ? അപ്പോൾ 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലെന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേലുപ്പിള്ള പ്രഭാകരൻ്റെ നേതൃത്വത്തിൽ തമിഴ് പുലികളുടെ സംഘടനയാണ് LTTE, ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം. LTTE ഒക്കെ അടിച്ച് തകർത്തോളാം ഇല്ലേ? വേലുപ്പിള്ള പ്രഭാകരനെ കുറിച്ച് തന്നെ ഒന്നും കേൾക്കാനില്ല ഇപ്പോൾ അടുത്ത കാലത്തായിട്ട്. പോട്ടെ, നമുക്കതൊന്നും പ്രശ്നമല്ല, അത് നമ്മുടെ പരിധിയിൽ വരുന്നതല്ലല്ലോ. എന്തായാലും ഇന്ത്യ ശ്രീലങ്കയിലേക്ക് അയച്ച സമാധാന സേനയുടെ പേരാണ് IPKF, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് IPKF അയച്ചത് ശ്രീലങ്കയിലേക്കാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും LTTE കുറിച്ച് ഇപ്പോൾ വളരെ പ്രസക്തിയില്ല. കാരണം വേലുപ്പിള്ള പ്രഭാകരൻ ജാഫിനെ കേന്ദ്രീകരിച്ച് തമിഴന്മാർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് ഏകദേശം പരാജയപ്പെട്ടു, അവർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. പക്ഷേ ശ്രീലങ്ക അങ്ങനെ വിടാൻ പറ്റുമോ? ശ്രീലങ്ക ഇന്ത്യയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായി കിടക്കുന്ന അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഞാൻ ശ്രീലങ്കയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഓരോരുത്തരുടെ ഓരോന്ന് ചോദിക്കട്ടെ. ശ്രീലങ്കയുടെ പഴയ പേരെന്താ? സിലോൺ. ശ്രീലങ്ക ഏത് സമുദ്രത്തിൽ, കടലിൽ കിടക്കുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ശ്രീലങ്ക കിടക്കുന്നത്. ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ഉൾക്കടലിൻ്റെ പേരെന്താണ്? മന്നാർ ഉൾക്കടൽ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള സ്ട്രെയിറ്റിൻ്റെ പേരെന്താണ്? പാക് കടലിടുക്ക് എന്നാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്, എന്താണ് ഈ സേതു സമുദ്രം പദ്ധതി? അങ്ങോട്ട് നോക്കി പറയണം. ഇന്ത്യ, അതായത് സമുദ്രത്തിന് മുകളിൽ ഒരു തിട്ട പോലെ, സമുദ്രത്തിന്റെ അടിയിൽ ഒരു തിട്ട പോലെ കാണപ്പെടുന്നതാണ്. അതായത് സേതു സമുദ്രം പദ്ധതിയുടെ പ്രസക്തി ആദ്യം പറയാം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കടലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കടലിൽ നിന്ന് മുകളിലേക്ക് ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ഇങ്ങനെ പാറകൾ വരിയായിട്ട് ഇരിക്കുകയാണ്. ആ പാറകൾ ഇരിക്കുന്നതായിട്ടാ തോന്നും, ആരോ അടുക്കി വെച്ചതുപോലെ തോന്നും, എന്തിനോ പണ്ടുണ്ടാക്കിയതുപോലെ തോന്നും. അതിന് ഹിന്ദുക്കളുടെ ഒരു വിശ്വാസം എന്നുള്ളത്, ഈ പാറകൾ പണ്ട് അടുക്കി വെച്ചത് ശ്രീരാമനും പരിവാരങ്ങൾക്കും നേരെ എവിടെ പോകണം? ലങ്കയിൽ പോകണം. ആരെ കാണണം? സീതയെ കാണണം, ശ്രീലങ്ക തകർക്കണം, സീതയെ തിരിച്ചു കൊണ്ടുവരണം, രാവണനെ കൊല്ലണം. ശരിയാണല്ലോ? ഹനുമാനാണെങ്കിൽ ചാടിപ്പോവാം, ശ്രീരാമന് അത് പറ്റില്ല. അപ്പോൾ ഒരു പാത ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എന്നുള്ള വാസ്തവമാണ്. ശരിയല്ലേ? അപ്പോൾ ഈ സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ഈ പാറയൊക്കെ ഇങ്ങനെ ഉയർന്നുയർന്ന് അട്ടിയായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് പണ്ട് ആരോ ഉണ്ടാക്കിയതാണ് എന്നാണ് ഒരു വിശ്വാസം. ഇതിനെ പൊട്ടിച്ചു കളയുകയാണെങ്കിൽ കപ്പലുകൾക്ക് ശ്രീലങ്ക ചുറ്റാതെ ഇതിനിടയ്ക്കൂടെ കയറി പോകാമായിരുന്നു. അതുകൊണ്ട് ഇതിനെ പൊട്ടിച്ച് ഒരു പദ്ധതിയാണ് ഉദ്ദേശിച്ചത്, സേതു സമുദ്രം പദ്ധതി. പക്ഷെ അത് പിന്നീട് നടക്കാതെ പോയി. ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ഒരു പദ്ധതിയായിരുന്നു സേതു സമുദ്രം പദ്ധതി. അത് പിന്നീട് നടന്നില്ല. ഇപ്പം നടക്കാത്തത് നല്ലതായി. നമുക്കിപ്പോൾ വിഴിഞ്ഞം തുറമുഖമൊക്കെ വരുന്നതുകൊണ്ട് അത് നടക്കാത്തത് നമുക്ക് കുറച്ചുകൂടെ നല്ലതായി തീർന്നു. ഇനി ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ് 1948-ലാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. ശ്രീലങ്കയിൽ പണ്ടുണ്ടായിരുന്ന ഒരു പക്ഷി കേരളത്തിലും ഉണ്ടായിരുന്നു. ഏതാണ്? മക്കാച്ചിക്കാട. ഈ ശ്രീലങ്കയുടെ ദേശീയ മത്സ്യം ഏതാണ്? കരിമീനാണ്. ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയല. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ശ്രീലങ്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ നമ്മുടെ അയൽ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്നറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ കണ്ണുനീർ തുള്ളി എന്ന് അറിയപ്പെടുന്നത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയിലെ പ്രസിഡന്റ് ആണ് റെനിൽ വിക്രമസിംഗെ. ഇപ്പോഴത്തെ റെനിൽ വിക്രമസിംഗെ. ശരിയാണ്. പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനെ. ഒന്നുകൂടെ പറയട്ടെ. ശ്രീലങ്കയിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയാണ്. ശ്രീലങ്കയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനെയാണ്. ശരിയാണ്. ശരി. അപ്പോൾ നമ്മൾ ശ്രീലങ്കയെക്കുറിച്ചും LTTE-യെക്കുറിച്ചും വേലുപ്പിള്ള പ്രഭാകരനെക്കുറിച്ചും പ്രഭാകരൻ്റെ ജാഫ്നയെക്കുറിച്ചും സേതുസമുദ്രം പദ്ധതിയെക്കുറിച്ചും ആഡംസ് ബ്രിഡ്ജ്, മുകളിലോട്ടിരിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ആഡംസ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. അതിനാണ് പൊട്ടിക്കാനുള്ളത് അല്ലേ? ഈ വക കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടത് ശ്രീലങ്ക കിടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. മാലിദ്വീപ് കിടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ. ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടൽ, പിന്നെ ലക്ഷദ്വീപ് അറബിക്കടലിലാണ് കിടക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ പോലെ ആയിരിക്കും യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് ഫൈനൽ. ഈ ഞങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കൊച്ചു വിജ്ഞാനം 99.9 കിട്ടൂല. ചക്രവാണി സാറിന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞോളൂ, വിരോധമില്ല, സത്യമാണ്. ഞങ്ങൾ നെഞ്ചു കീറി നേരിനെ കാട്ടിത്തരികയാണ്, തർക്കമില്ല അതിനകത്ത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർ
ഒരു വിജ്ഞാനമുള്ളവരായിത്തീരും, മുതിർന്നവരെ ബഹുമാനിക്കുന്നവരായിത്തീരും, ആളുകളുടെ അടുത്ത് സൗഹാർദ്ദമായി പെരുമാറുന്നവരായി തീരും, കൈക്കൂലി വാങ്ങാത്തവരും നല്ല മനുഷ്യരായി തീരും. അതിനുവേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ശരിയല്ലേ യഥാർത്ഥത്തിൽ? ശരി, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടന്നാൽ എന്താ, പിന്നെ ഏത് കലാരൂപമാണ് പിൽക്കാലത്ത് കഥകളിയായി രൂപാന്തരപ്പെട്ടത്? രാമനാട്ടം. അപ്പൊ രാമനാട്ടത്തെ കുറിച്ചൊന്ന് സംസാരിക്കൂ. രാമനാട്ടം ആവിഷ്കരിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. ശരി. രാമായണത്തെ അടിസ്ഥാനമാക്കിയുള്ള 8 കഥകളാണ് രാമനാട്ടമായിട്ട് മാറുന്നത്. കൊട്ടാരക്കര തമ്പുരാൻ. ശരി. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പൊറാട്ട് നാടകം ഇവിടുത്തെ പാലക്കാട് ജില്ലയിലേതാണ് പൊറാട്ട് നാടകം. മീനാക്ഷി കല്യാണവും പാലക്കാട്ടെയാണ്. മീനാക്ഷി കല്യാണം ഇവിടുത്തെയാണ്, പാലക്കാട് ജില്ലയിലാണ്. പിന്നെ പടയണി പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിച്ചതാണ്, നിങ്ങൾ ആലോചിച്ച നല്ലതായി. പടയണി എവിടുത്തതാണ്? പത്തനംതിട്ട. വാദ്യോപകരണം തപ്പ്. വാദ്യോപകരണം എന്താണ്? തപ്പ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കലാരൂപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത് രാമനാട്ടം എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശരി, രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ ആരാണ്? ഒരാൾ സംസാരിക്കാനുള്ളത് രാമകൃഷ്ണ മിഷൻ. ഒരാൾ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് വിവേകാനന്ദനുണ്ട്, രാമകൃഷ്ണ മിഷനുണ്ട്, രാമാനുജനുണ്ട്, സ്വാമി ദയാനന്ദ സരസ്വതിയുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും പ്രാപ്തരായെന്ന് ഞാൻ പറഞ്ഞിരട്ടാ. നിങ്ങൾ ഇത്രയും പ്രാപ്തരായത് ഓപ്ഷൻ പഠിച്ചുകൊണ്ടാണ്. എനിക്കറിയാം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്ഥാപകൻ, സാധാരണഗതി കുട്ടികൾ വിവേകാനന്ദൻ. നിങ്ങൾ വിവേകാനന്ദനെ നോക്കുന്നു, ബി ഓപ്ഷൻ രാമകൃഷ്ണ മിഷൻ നോക്കുന്നു, പിന്നീട് ശ്രീരാമകൃഷ്ണൻ നോക്കുന്നു, സ്വാമി ദയാനന്ദ സരസ്വതി നോക്കുന്നു, രാമാനുജൻ നോക്കുന്നു. ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അടുത്ത ഹോസ്റ്റലിൽ പോകുള്ളൂ. പിന്നെ നിങ്ങളെ റാങ്ക് ഫയലില്ല. അത് വാങ്ങാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെ റാങ്ക് ഫയൽ കാണാൻ സാധ്യതയില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, പാഠഭാഗങ്ങൾ വായിക്കുന്നു, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു. നിങ്ങളെ റാങ്ക് ഫയൽ എടുത്ത് ദൂരെ എറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രസരിപ്പ്. റാങ്ക് ഫയൽ ഉണ്ടാ വീട്ടിൽ? ഇല്ല. ഇവിടെ ഇല്ല. വളരെ സന്തോഷം. വൈഷ്ണവിയുടെ ഹസ്ബൻഡ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ജോലി കിട്ടിയതാണ്. എല്ലാവരും മനസ്സിലാക്കിക്കോളൂ. റെയിൽവേയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ നേരത്തെ പഠിച്ചിരുന്ന ആളാണ്. പിന്നെ ഐശ്വര്യയുടെ അയൽവാസികൾ 2 വനിതാ SIമാരുള്ള സ്ഥലമാണ്. ആമേ കറക്റ്റ്? 2 പേര് അയാളുടെ വാർഡിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ 2 സുഹൃത്തുക്കൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത 2 കുട്ടികളാണ്. ഐശ്വര്യയും സബ് ഇൻസ്പെക്ടറാകാനുള്ള വക്കിലെത്തിയതാണ്. ശരിയല്ലേ? നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് കിട്ടുമല്ലേ? നമ്മളെ തലയിൽ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. തീർച്ചയാണ്, സംശയമില്ല. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. ശരി. ശ്രീരാമകൃഷ്ണ മിഷൻ എവിടെയാണ് സ്ഥാപിച്ചത്? ശ്രീരാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബേലൂറാണ്, പശ്ചിമ ബംഗാളിലെ ബേലൂറാണ്. ശരി. ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. വിവേകാനന്ദന്റെ യഥാർത്ഥ പേരെന്താ? നരേന്ദ്രനാഥ ദത്ത്. ഏത് സ്റ്റേറ്റുകാരനാണ്? ബംഗാളിയാണ്. വിവേകാനന്ദന് കേരളമായിട്ട് എന്താ ബന്ധം? നമുക്ക് കേരളത്തിനൊരു പേരൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. ഏതാണ്? ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ കാണുമ്പോഴത്തേക്ക് ഭ്രാന്താലയം അല്ലെങ്കിൽ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. ആളുകളുടെ ഒത്തിരി വയലൻ്റ് ആവുകയാണ് അല്ലേ യഥാർത്ഥത്തിൽ. അതൊക്കെ പാടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കേസുകളിലും മറ്റുമൊക്കെ കുരുങ്ങിപ്പോണ ചെറുപ്പക്കാർ എന്ത് പാടുപെടുന്നു അറിയാം. നിങ്ങൾക്കൊരു കാര്യം അറിയാം, സൂരജ്, ഒരു കാര്യം അറിയാമല്ലോ. പോലീസിൽ കിട്ടിയ 10-60 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പോഴാണ് അവൻ്റെ ഉൾവിളി ഉണ്ടാകുന്നത്. നമ്മളിവിടെ കുട്ടികളടന്ന് ഓടി. അതിപ്പോൾ ചിലർക്ക് മാസ്ക് വയ്ക്കാത്തതിൻ്റെ കേസുണ്ടായി, ചിലർക്ക് രാഷ്ട്രീയ കേസുണ്ടായി. ഇങ്ങനെ ഈ പോലീസുകാരെ ആക്രമിക്കാൻ പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുക, തിരിച്ചാക്രമിക്കുക. ഏത് പാർട്ടിപ്പെട്ട കുട്ടികളായാലും ആ കേസിൽ അകപ്പെട്ടു അതൊന്നും ഊരാതെ പിന്നെ ഒരു ജോലി കിട്ടൂല. സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൂടി നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. നമുക്കൊരു ആപത്ത് വരുമ്പോൾ ഇവരാരും കാണൂല. മാത്രമല്ല ഈ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് കേസ് നടത്തണം. അവസാനം വീട്ടുകാരും കാണൂല, നാട്ടുകാരും കാണൂല, ആരും കാണൂല. അതുകൊണ്ട് നിങ്ങളെ സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറയുക, ഇങ്ങനെ ഒന്നും പോകാൻ പാടില്ല. നമ്മളിലേക്ക് ഒതുങ്ങി കാര്യങ്ങൾ നടത്തുക. മനസ്സിലായി? നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ മാത്രമേ കാണുള്ളൂ. നമ്മളെ തലയിൽ ഒരു അടി അടിച്ചു, കീറി, സ്വഭാവം നഷ്ടപ്പെട്ട് നടക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞതോ ഇവനാണ് പണ്ട് അടി എന്നൊക്കെ പറയും. അങ്ങനെ ആക്ഷേപിക്കുകയുള്ളൂ. എല്ലാവരും സഹതാപം തോന്നൂല സമൂഹത്തിന്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്താ? വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. 1892 ഇതിനെ പോയത് അദ്ദേഹം. വിവേകാനന്ദന് ചിക്കാഗോ പ്രസംഗവും എന്താണ്?
1893 വിവേകാനന്ദൻ ചിക്കാഗോ പ്രസംഗം നടത്തുന്നത് അമേരിക്കയില്. ശ്രീരാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ വിവേകാനന്ദൻ എന്ന് പറഞ്ഞു. ഇനി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങൾ നമുക്ക് വിവേകാനന്ദനെ പറ്റി പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമിയാണ്. അദ്ദേഹത്തിന്റെ 2 കൃതികളാണ് പ്രബുദ്ധ കേരളവും അമൃതവാണിയും. പ്രബുദ്ധ കേരളം അമൃതവാണി 1961 ആഗമാനന്ദ സ്വാമി അന്തരിക്കുന്നത്. കൃഷ്ണൻ നമ്പ്യാതിരി എന്നതാണ് സ്വാമിയുടെ യഥാർത്ഥ പേര്. അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചത് തൃശ്ശൂർ പുതുക്കാട്. അത് നമ്മൾ ചോദിച്ചതാണ്. കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് വിളിക്കുന്ന ആരെയാണ്? ആഗമാനന്ദ സ്വാമിയാണ്. മലബാറിലെ നാരായണ ഗുരു എന്ന് വിളിക്കുന്ന ആരെയാണ്? മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ രാജാറാം മോഹൻ റോയ്, ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, അത്ര പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുന്നതല്ല. ശരി, വേറെ എന്തുവാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റും? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെയാണ്. അദ്ദേഹമാണ് മയിലിനെ വളർത്തിയതും മയിൽ പിന്നീട് ദേശീയ പക്ഷിയാവുമെന്ന് പ്രവചിച്ചതും. അതുപോലെ തന്നെ അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചതാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. നല്ലൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ്സുകാരനുമായിരുന്നു ആര്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. അത് നമ്മൾ സ്മരിക്കുക തന്നെ വേണം. ശരി, ഇനി നമുക്ക് കേരളവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. വേറെന്താണ് നമ്മൾ പറഞ്ഞത്? പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രാമാനുജൻ കേരളവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ആരാണ് രാമാനുജൻ? ഗണിതശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. എവിടെ, ഏത് സ്റ്റേറ്റുകാരനാണ്? തമിഴ്നാടാണ്. രാമാനുജത്തിന്റെ ജന്മദിനം എന്ത് ദിനമായി ആഘോഷിക്കുന്നു? ഡിസംബർ 22. രാമാനുജൻ നമ്പർ ഏതാണ്? 1729 രാമാനുജൻ സംഖ്യ. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. രാമാനുജൻ ശരിയാണ്, അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇനി ഇതിനകത്ത് ഈ കേട്ടോണ്ടിരിക്കുന്നവർ മനസ്സിലാക്കുക, ഞങ്ങൾ ശ്രീരാമകൃഷ്ണ മിഷനിൽ തുടങ്ങി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ശ്രീരാമകൃഷ്ണ മിഷനെ കുറിച്ച് സംസാരിച്ചു, പിന്നെ നമ്മൾ രാമാനുജത്തെക്കുറിച്ച് സംസാരിച്ചു. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ചാണ് സവിസ്തരമായി എൻ്റെ സുഹൃത്തുക്കൾ സംസാരിക്കേണ്ടത്. അത് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുന്നത് നല്ലതാണ്, കാരണം നിങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ. നിങ്ങൾക്ക് ജോലി കിട്ടിയാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. എത്തും പിടിയില്ലാതെ അടുത്തുള്ള ആളുകളെ പൈസ കൊടുത്ത് നിങ്ങൾ സഹായിക്കേണ്ട. ഞാൻ പറയാം, പൈസ കൊടുക്കണ്ട, നമുക്ക് എല്ലാവർക്കും പൈസ കൊടുത്ത് എല്ലാവരെയും സഹായിക്കാനും പറ്റില്ല. പക്ഷേ നമുക്ക് വിജ്ഞാനം കൊടുക്കാൻ പറ്റില്ലേ? ചെറുതായിട്ട് വിജ്ഞാനം കൊടുക്കാം, ചെറു പ്രോത്സാഹനങ്ങൾ കൊടുക്കാം. ശരി, സ്വാമി ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് സംസാരിക്കാമോ? പറയൂ. സ്വാമി ദയാനന്ദ സരസ്വതി അറിയപ്പെടുന്നത് മൂൾ ശങ്കർ എന്നാണ്. ശരി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മൂലനക്ഷത്രത്തിൽ ജനിച്ചു. ഏത് നക്ഷത്രത്തിൽ? മൂലനക്ഷത്രത്തിൽ ജനിച്ചു. അടുത്തത് ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നതും ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശരി, ആര്യ സമാജം സ്ഥാപിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് പറഞ്ഞത് അല്ല, 1875 ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞതും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. അടുത്തത് സ്വാമി ദയാനന്ദ സരസ്വതി. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും. അതുപോലെ തന്നെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദ, നമ്മൾ അപ്പോൾ പറഞ്ഞില്ല. ശരിയാണ്. അതേസമയം വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഫ്രണ്ട്സാണ് പറഞ്ഞത്. ഗോ ബാക്ക് ടു ടെക്സ്റ്റ് ബുക്ക്, നോ നെഗറ്റീവ്, ഉത്തരങ്ങൾ തിളങ്ങട്ടെ. ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പിന്നെ ഈ കുന്നല കോണാതിരി അല്ലെങ്കിൽ കുന്നല കോനാതിരി എന്ന് പറഞ്ഞാൽ മതി, ഇത് എവിടുത്തെ ഭരണാധികാരിയാണ്? കോഴിക്കോട്. കുക്കുട ക്രോഡോ എന്ന് വിളിക്കുന്നത് കോഴിക്കോട്. കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ഏതാണ്? കോഴിക്കോടാണ്. തടി വ്യവസായത്തിന് കീർത്തികേട്ട ജില്ല ഏതാണ്? ഈ ഇരുമ്പ് ഖനനം നടത്തുന്ന ചക്കിട്ടപ്പാറ എവിടെയാണ്? കോഴിക്കോടാണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? കോഴിക്കോടാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ജലമ്യൂസിയം കുന്നമംഗലം അതെവിടെയാണ്? കോഴിക്കോടാണ്. ചക്കിട്ടപ്പാറ എന്താണ്? എന്തോ കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് ചക്കിട്ടപ്പാറ, അത് കോഴിക്കോട്ടാണ്. ശരിയാണ്, വളരെ നല്ല ആൻസറാണ് നിങ്ങൾ സംസാരിച്ചത്. അടുത്തത്, പുകയില ചെടിയുടെ ഏത് ഭാഗത്താണ് നിക്കോട്ടിൻ നിർമ്മിക്കപ്പെടുന്നത്? വേരിലാണ്. സൂക്ഷിച്ചു വെച്ചേക്കുന്നത് സൂക്ഷിക്കുന്നത് പുകയിലയുടെ എല്ലാ ഭാഗങ്ങളിലും ഈ പറയുന്ന നിക്കോട്ടിന്റെ കണ്ടന്റ് ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇലയിലാണ്. അപ്പൊ നിർമ്മിക്കുന്നത് വേരുകളിലാണ്. പുകയിലയെ കുറിച്ച്
2 വാക്ക് സംസാരിക്കണ്ടേ? വേണം. നോട്ട് ടുബാക്കോ ഡേ എന്നാണ് മെയ് മെയ് 31. പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മെയ് 31. ശരി. പുകയില ഞാൻ അങ്ങോട്ട് ചോദിക്കാം, പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. പുകയില കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ്. പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ്? രാജമുദ്രി. രാജമുന്ദ്രി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ്. രാജമുന്ദ്രി ആന്ധ്രാപ്രദേശിലാണ് പുകയില ഗവേഷണ കേന്ദ്രമുള്ളത്. ശരിയല്ലേ? പുകയില വിരുദ്ധ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വളരെ നടക്കുകയാണ്. ശരിയല്ലേ? ശരി. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാക്കിയ ഭരണാധികാരി ആരാണ്? പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ആക്കിയ ഭരണാധികാരി ആരാണ്? പറയും. വില്യം ബെന്റിക്കാണ്. ശരി. വില്യം ബെന്റിക്കിനെ കുറിച്ച് ആദ്യം ചില കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ ചാർട്ടർ ആക്ട് ഏതാണ്? 1813 ചാർട്ടർ ആക്ട്. ഇവിടെ ചോദിക്കട്ടെ, അടുത്ത് ചാർട്ടർ ആക്ട് എത്ര വർഷത്തിലൊരിക്കലാണ്? 20 വർഷത്തിലൊരിക്കലാണ് ചാർട്ടർ ആക്ട് വരുന്നത്. അപ്പോൾ 1813, 1833, 53, 73 അങ്ങനെ പോയി. ചാർട്ടർ ആക്ട് 20 വർഷത്തിലൊരിക്കലാണ്. ശരി. പിന്നെ വൈഷ്ണവി, 1833 ചാർട്ടർ ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി ആര്? വില്യം ബെന്റിക്ക്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറി. ഏത് ചാർട്ടർ ആക്ട്? 1833 ചാർട്ടർ ആക്ട് പ്രകാരം. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറി. അത് പിന്നെ അങ്ങനെ കുറേ കാലം തുടർന്നു. പിന്നീടാണ് അത് എന്തായി മാറിയത്? വൈസ്രോയി ആയി മാറിയത്. അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. എന്താ? ശരി. വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം 1828 മുതൽ 1835 വരെ ആയിരുന്നു. 1835 വരെ ആയിരുന്നു. വില്യം ബെന്റിക്ക് എന്ന് കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് സതി നിർത്തലാക്കിയതാണ്. അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും അറിയുന്നത് റെഗുലേഷൻ 17. സതി നിർത്തലാക്കിയ വർഷവും ദിവസവും ഏതാണ്? 1829 ഡിസംബർ 4. ഡിസംബർ 4. ആ ഡിസംബർ 4 അറിഞ്ഞൂടായെങ്കിൽ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടൂല. ആമേ കറക്റ്റ്? ഡിസംബർ 4-നാണ് 1829 ഡിസംബർ 4-നാണ് സതി നിർത്തലാക്കിയത്. അതിന്റെ തൊട്ട് തലേ വർഷമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. 1828-ലാണ്. ശരി. ഇനി ഇതിനകത്തുള്ള ഓപ്ഷൻസിലേക്ക് ഞാൻ വരട്ടോ. ഓപ്ഷൻ റിപ്പൺ. 1880-84 റിപ്പണെ കുറിച്ച് ഐശ്വര്യ 2 വാക്ക് സംസാരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ശരി. റിപ്പൺ പ്രഭുവാണ് ആയുധ നിയമവും പ്രാദേശിക ഭാഷാ പത്ര നിയമവും പിൻവലിക്കുന്നത്. ശരി. അത് കൊണ്ടുവന്നത് ആരാണ്? കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭുവാണ്. എന്നാണ്? 1878-ലാണ് ആയുധ നിയമവും പ്രാദേശിക ഭാഷാ പത്ര നിയമവും. അപ്പൊ റിവേഴ്സ് ചെയ്ത് ആരാണ്? തിരിച്ച് അത് റദ്ദാക്കിയത് ആരെന്ന് പറഞ്ഞാൽ റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. ചക്രവാണി സാറിന്റെ അധ്യാപകൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? റിപ്പൺ ഇസ് ദ അപ്പൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓർമ്മയുണ്ട് ഇല്ലേ? അത് മറക്കൂല, എക്കാലവും ഓർമ്മയിരിക്കും. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഒരു ഓപ്ഷൻ ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു എന്ന് വെച്ചാൽ കേട്ടപ്പോൾ വൈഷ്ണവി എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. ഡോക്ടർ ഓഫ് ലാബ്സ് കൊണ്ടുവന്നത് ഡൽഹൌസിയാണ്. 1853 ഇന്ത്യയിൽ റെയിൽവേ ഏർപ്പെടുത്തി. ബോംബെ ടു താനെ റെയിൽവേ ഏർപ്പെടുത്തി. ദത്താവകാശ നിരോധനം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ആദ്യം ഇന്ത്യയോട് ചേർന്ന സ്റ്റേറ്റാണ് സത്താറ. മഹാരാഷ്ട്രയിലെ സത്താറ. ഡൽഹൌസി റെയിൽവേ ഏർപ്പെടുത്തി അല്ലേ? കമ്പിത്തപാലൊക്കെ ഏർപ്പെടുത്തി ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇദ്ദേഹത്തിൻ്റെ നയങ്ങളാണ് പിന്നീട് 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് വഴിവെച്ചത്. ഇന്ത്യയുടെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു പോയെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഡൽഹൌസി കൊണ്ടുവന്നത് ദത്താവകാശ നിരോധന നയമാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്നുള്ള വ്യക്തമാണ്. പിന്നെ റെയിൽവേ ഏർപ്പെടുത്തിയതും വളരെ പ്രധാനപ്പെട്ടതാണ്, ബോംബെ ടു താന. അപ്പോൾ കേരളത്തിൽ റെയിൽവേ ഏർപ്പെടുത്തിയെന്നാണ് 1861-ലാണ് കേരളത്തിലെ റെയിൽവേ ഏർപ്പെടുത്തുന്നത്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് റെയിൽവേ ഏർപ്പെടുത്തിയത്. റെയിൽവേ സോൺ ആകെ എത്രയുണ്ട്? 18 റെയിൽവേ സോണുണ്ട്. 18 റെയിൽവേ സോൺ. ശരി. അപ്പോൾ ഇതിനകത്തുള്ള ഇനി ഒരു ഓപ്ഷൻ ഉള്ളത് കഴ്സനാണ്. കഴ്സനെ കുറിച്ച് പറയൂ വൈഷ്ണവി. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു 1905 ജൂലൈ 20. ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നത് 1905 ഒക്ടോബർ 16. വിലാപ ദിനം ഒക്ടോബർ 16. മിന്റോ സെക്കൻഡിന്റെ കാലത്ത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തതെന്നാണ് 1911 ഹാർഡിഞ്ച് പ്രഭുവിന്റെ കാലത്ത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. സുരേന്ദ്രനാഥ ബാനർജി എന്ന രാഷ്ട്ര ഗുരുവാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, ഈ സമരത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇതാണ് പേർഷ്യൻ പകരം ഇംഗ്ലീഷ് ഏർപ്പെടുത്തിയത്
വില്യം ബെറ്റിക്കാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കട്ടെ. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിൽ ഡയർക്ക് ഏർപ്പെടുത്തിയതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ് ഭരണം ഏർപ്പെടുത്തിയത്. പിന്നീട് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ വർഷം ഏതാണ്? 1773. റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കാലത്ത് ഇന്ത്യയുടെ ഗവർണറുടെ പേര് എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. വാറൻ ഹേസ്റ്റിംഗ് അദ്ദേഹത്തിൻ്റെ കാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട്. പിന്നീട് സുപ്രീം കോടതിയൊക്കെ ഏർപ്പെടുത്തിയത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. പിറ്റ്സിൻ്റെ ഇന്ത്യ ആക്ട് 1784. വില്യം പിറ്റ്സിൻ്റെ ഇന്ത്യ ആക്ട്, അതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കഴ്സൺ പ്രഭുവിനെ കുറിച്ച് വേറെ എന്താ അറിയാനുള്ളത്? ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിച്ചതാരാണ്? ലോർഡ് കഴ്സൺ ആണ്. ലോർഡ് കഴ്സൺ തിരുവിതാംകൂർ സന്ദർശിച്ചിട്ടുണ്ട് 1900. കഴ്സൺ ആണ്. അദ്ദേഹം 1900 തിരുവനന്തപുരം സന്ദർശിച്ചപ്പോഴത്തേക്ക് പിന്നീട് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. അത് വളരെ ശരിയായിട്ടുള്ള ഒരു ഉത്തരമാണ്. ശരി, അടുത്തത് 2-3 റെവല്യൂഷൻസിനെ കുറിച്ചാണ്. കണ്ട പഴയ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലേ. പിന്നെ എന്താണ് ഈ വൈറ്റ് റെവല്യൂഷൻ? ധവള വിപ്ലവം എന്ന് പറയുന്നത് പാലുൽപാദനമാണ്. വൈറ്റ് റെവല്യൂഷൻ. വൈറ്റ് റെവല്യൂഷനെ കുറിച്ച് പാലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പറയാം? പാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്, പാലിലടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ, പാലിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നത്, നല്ല ഇനം പശുക്കളെ, അതാണ് എന്തൊക്കെ പറയാം അല്ലേ? ഐശ്വര്യ തകർക്കുമെന്നാണ് തോന്നുന്നത്. പറയൂ ഐശ്വര്യ. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ശരി. ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ശരി. ഇനി ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ശരി, കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നവംബർ 26 ദേശീയ ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നു. നവംബർ 26 കേട്ടപ്പോൾ എന്റെ രക്തം തിളക്കുക. പറയൂ. നവംബർ 26 ഭരണഘടനാ ദിനമാണ്, നിയമദിനമാണ്. ശരി ശരി ശരി. അടുത്തത് പാലുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെ അമുൽ സ്ഥാപിക്കുന്നത് വർഗീസ് കുര്യനാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ഗുജറാത്തിൽ സ്ഥാപിക്കുന്നത് വർഗീസ് കുര്യനാണ്. ഇനി പാലിന് മഞ്ഞ നിറം കൊടുക്കുന്നത് റൈബോഫ്ലാവിനാണ്. പാലിന് മഞ്ഞ നിറം കൊടുക്കുന്നത് റൈബോഫ്ലാവിനാണ്. ഇനി സൂര്യപ്രകാശത്തിൽ ഈ പാല് വെക്കുകയാണെങ്കിൽ മഞ്ഞ നിറം മാറി വെള്ള നിറമായി മാറും. അതിന് കാരണം കെയ്സിനാണ്. കെയ്സിൻ അല്ലേ? കെയ്സിൻ. അങ്ങനെയാണെങ്കിൽ പാല് ശുദ്ധീകരിക്കുന്ന പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ, അണുവിമുക്തമാക്കുന്നത് അല്ലേ? ലാക്ടോമീറ്റർ. പാലിൽ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ലാക്ടോമീറ്റർ. വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. പാലിലടങ്ങിയിരിക്കുന്ന ഷുഗറാണ് ലാക്ടോസ്. ഇത് വളരെ നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. പാലിനെ സംബന്ധിച്ച് പറഞ്ഞ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം നമ്മുടെ രാജ്യമാണ്. പിന്നെ വെച്ചൂർ പശു എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ഏറ്റവും ചെറിയ പശുവാണ് വെച്ചൂർ. വെച്ചൂർ എവിടെയാണ്? കോട്ടയത്താണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡോസിസ് പ്രോജക്റ്റ് എവിടെയാണ്? മാട്ടുപ്പെട്ടി, ഇടുക്കി ജില്ലയിലാണ്. ഈ മാട്ടുപ്പെട്ടിക്ക് അടുത്താണ് നമുക്ക് ഈ വരയാടുകൾ കാണുന്നത്. എവിടെയാണത്? ഇരവികുളം നാഷണൽ പാർക്കിലാണ്. രാജമല വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരളത്തിൻ്റെ ഭാഗമാണ്. ശരിയല്ലേ? വരയാടുകൾ. പിന്നീട് നമുക്ക് ഇതിനകത്തുള്ളത് വൈറ്റ് റെവല്യൂഷൻ കഴിഞ്ഞാൽ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട്. പറയൂ വൈഷ്ണവി, ഗ്രീൻ റെവല്യൂഷൻ. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനമാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് വരുന്നത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ. അദ്ദേഹം ജനിക്കുന്നത് 1925 ഓഗസ്റ്റ് 7 ഓഗസ്റ്റ് 7 പ്രത്യേകത കൈത്തറി ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ജാവലിൻ ത്രോ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഓഗസ്റ്റ് 7. ജാവലിൻ ത്രോ ഡേ വളരെ പ്രധാനപ്പെട്ടതാണ്. യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കാം. അതെ, ഓഗസ്റ്റ് 7. പിന്നെ അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹം ഇവിടെ കൂടുതൽ, അതായത് ഹരിത വിപ്ലവം നടക്കുന്ന കാലഘട്ടം ചോദിച്ചാൽ 60-70 മധ്യത്തോടെ 1960-70 മധ്യത്തോടെ അത് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം 70-80 മധ്യത്തോടെ രണ്ടാം ഘട്ടം. അപ്പൊ ഏറ്റവും കൂടുതൽ അവര് ലക്ഷ്യം വെച്ചത്, ഹരിത വിപ്ലവത്തിന്റെ ലക്ഷ്യം വെച്ചത് ഏതാണ്? നെല്ലിനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടന്നത് ഗോതമ്പാണ്. അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത 2 ഗോതമ്പിനുമാണ് സർബതി സൊണോറ 64. സർബതി സൊണോറ ഈ അടുത്ത കാലത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ലർ മൊറാർജോ 64 ഈ പറയുന്ന 2 ഗോതമ്പിനങ്ങളാണ്, സങ്കര ഇനങ്ങളാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്തത്. അതെ. ശരി. അദ്ദേഹം മരിക്കുന്നത് 2023 സെപ്റ്റംബർ 28. സെപ്റ്റംബർ 28 പ്രത്യേകത. സെപ്റ്റംബർ 28 നമ്മുടെ 106ാം ഭരണഘടനാ ഭേദഗതി ഒപ്പുവെക്കുന്നത്, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത്. ശരിയല്ലേ? സ്ത്രീ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും. ശരിയാണ്. ശരി. ഈ സിൽവർ റെവല്യൂഷൻ ചോദിക്കില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം.
മുട്ട ഉൽപാദനമാണ് സിൽവർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. മുട്ടകളെ കുറിച്ചുള്ള പഠനം ഉവോളജി. മുട്ടയെ കുറിച്ച് എന്തറിയാം? ഒരു കോഴിമുട്ടയുടെ ഭാരം 50 ഗ്രാം. അത് എഡ്ജേസൻ ചോദിച്ചതാണ്. 50 ഗ്രാം. 50 ഗ്രാം. അങ്ങനെയാണെങ്കിൽ മുട്ട കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമോ? നാമക്കൽ, തമിഴ്നാട്. തമിഴ്നാടാണ്. മുട്ടയെക്കുറിച്ച് ഇടയ്ക്ക് ഒരുപാട് വാർത്ത പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കിടക്കണ്ട. നമുക്ക് അതൊക്കെ ആളുകൾ ആക്ഷേപങ്ങൾ പറയും നമ്മളെ കുറിച്ച്. ഏറ്റവും വലിയ മുട്ട ഒട്ടകപക്ഷിയുടെ മുട്ട. ഒട്ടകപക്ഷിയുടെ മുട്ട കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം 21 ദിവസം. ഇൻക്യുബേറ്റർ എന്തിനുള്ളതാണ്? മുട്ട വിരിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഉപകരണമാണ് ഇത് ഇൻക്യുബേറ്റർ. മുട്ടയുടെ പുറന്തോട് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ്. പേസ്റ്റും കാൽസ്യം കാർബണേറ്റ് ആണ്. അത് ശരി. പിന്നെ മുട്ടയെ കുറിച്ച് വേറെ വല്ലതും പറയാനുണ്ടോ? ബ്ലൂ റെവല്യൂഷൻ എന്താണ്? മത്സ്യ ഉൽപാദനമാണ് ബ്ലൂ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ശരി. അതായത് മത്സ്യ കൃഷിയാണ് പിസികൾച്ചർ. അത് കറക്റ്റാണ്. ശരി. അതുപോലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ? സജി ചെറിയാൻ. യുവജനക്ഷേമമാര് തന്നെയാണ് സജി ചെറിയ. ഒരു മന്ത്രിയെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. വകുപ്പുകൾ മാറിയിട്ടുണ്ട്. അല്ല, വകുപ്പുകൾ വ്യക്തികൾ മാറിയിട്ടുണ്ട്. വകുപ്പ് അവർക്ക് തന്നെ കിട്ടിയ വരാൻ പോകുന്നവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ബട്ട് അതൊന്ന് വിട്ടുകളയാം. ഇവിടെ മറ്റേ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബ്ലൂ റെവല്യൂഷൻ പറഞ്ഞപ്പോഴത്തേക്ക് മത്സ്യം കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് സംസ്കരണം നടത്തുന്ന സ്റ്റേറ്റ് ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കടൽത്തീരമുള്ള ഏതാണ്? ഗുജറാത്ത് തന്നെയാണ്. കേരളത്തിൽ മത്സ്യം ഏറ്റവും കൂടുതൽ പിടിക്കുന്ന ഒരു പ്രദേശമാണ് നീണ്ടകര. അത് നമുക്ക് മറക്കാൻ പറ്റില്ല. നീണ്ടകര ഇൻഡോ സ്വിസ് പ്രോജക്റ്റ്. അത് നമ്മൾ പറഞ്ഞു മാട്ടുപ്പെട്ടി. പശുക്കളുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പശുക്കളുമായിട്ട് ബന്ധപ്പെട്ടതെന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നത് നമ്മൾ ആ ശോശാമായിപ്പിനെ കുറിച്ച് സംസാരിക്കാം. 2022 പത്മശ്രീ കിട്ടിയ വ്യക്തിയാണ് ശോശാമായിപ്പ്. കൂടുതലും ഈ പറയുന്ന വെച്ചൂർ പശുവിന്റെ ഈ പശുക്കളെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യും അല്ലേ? അതിനാണ് ശോശാമ്മ അയ്പിന് എന്ത് കിട്ടിയത്? 2022 പത്മശ്രീ ലഭിച്ചത്. പത്മശ്രീ ശോശാമ്മ അയ്പ്. അത് ചോദിക്കാൻ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിയല്ലേ? ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ആര്? നോക്കൂ, ഇനി നമ്മളിത് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മളെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഇത് അറിഞ്ഞൂടാന്ന് പറഞ്ഞോണം സംസാരിക്കാൻ. ചിലപ്പോൾ അവർക്ക് മൊത്തം അറിയാമായിരിക്കും. പക്ഷെ നമുക്ക് ഈ ജാലിയൻ വാലാബാഗ് എന്താണ്, എവിടെയാണ്, വർഷമേതാണ്, ഈ സംഭവം എന്താണ്, അതിലേക്ക് നയിച്ചത് എന്താണ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്, അവസാനം ഉദ്ധം സിംഗിനെ തൂക്കി കൊന്നത് വരെ പറയുമ്പോൾ കഥ ഏകദേശം അവസാനിക്കും. ശരിയല്ലേ? യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സ്പിരിറ്റോട് കൂടി. അപ്പോൾ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് ഒന്ന് സംസാരിക്കണം. ആർക്കാണോ സംസാരിക്കാം? വൈഷ്ണവി സംസാരിച്ചോളൂ. 1919 കരി നിയമം അല്ലെങ്കിൽ റൗലറ്റ് ആക്ട് പ്രകാരമാണ് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919. എന്താണ് റൗലറ്റ് ആക്ട് എന്ന് പറയണ്ടേ? റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് വിചാരണ കൂടാതെ ആരെയും തടവിൽ വെക്കാം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ കരി നിയമമാണ് റൗലറ്റ് ആക്ട്. അതിൽ പ്രതിഷേധിച്ചാണ് 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ നാട്ടുകാരെല്ലാം കൂടി ഒത്തുകൂടി സമ്മേളിക്കുന്നത്. സമ്മേളിക്കാനുള്ള കാരണം ഈ പറയുന്ന അതിന്റെ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ചിലുവും സത്യപാലിനെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ആ മീറ്റിംഗ് നടന്നത്. അതെ, ആ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്ക് ഒരു പൂന്തോട്ടത്തിലായിരുന്നു. അതെ, ആ പൂന്തോട്ടത്തിൽ ആര് പൂന്തോട്ടം വളഞ്ഞു? നമ്മുടെ ബ്രിട്ടീഷുകാർ. നേതൃത്വം കൊടുത്തതാരാണ്? നേതൃത്വം കൊടുത്തത്, അതായത് ഈ പറയുന്ന ഓർഡർ നൽകിയത് മൈക്കിൾ ഓഡയർ. പഞ്ചാബിലെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് മൈക്കിൾ ഓഡയർ. അദ്ദേഹമാണ് വെടിവെക്കാനുള്ള ഓർഡർ നൽകിയത്. വെടിവെച്ചത് ബ്രിഗേഡിയർ അല്ലെങ്കിൽ ജനറൽ ഓഡയർ. ജനറൽ ഡയർ ആണ് വെടിവെക്കുന്നത്. വെടിവെക്കുന്ന നേതൃത്വം കൊടുത്തത് ജനറൽ ഡയർ ആണ്. ബ്രിഗേഡിയർ ഡയർ. മറ്റേത് എംഒ ഡയർ പഞ്ചാബിലെ ഗവർണറാണ്. ഈ എംഒ ഡയറിനെയാണ് പിന്നീട് ആര് വെടിവെച്ച് വന്നത്? ഉദ്ധം സിംഗ് വെടിവെച്ചു. ഉദ്ധം സിംഗ് കോടതി പറഞ്ഞ പേരെന്താണ്? റാം മുഹമ്മദ് സിംഗ് ആസാദ്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയോട് കൂടി ചേർന്ന് സ്ഥാനമാനങ്ങൾ ചിലർ ഉപേക്ഷിച്ചു. അതാണ് PSCക്ക് ഇടയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ? ഏതൊക്കെയാണെന്ന് പറയുക ഐശ്വര്യ. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി കൈസർ ഈ ഹിന്ദ് എന്ന പദവി ഉപേക്ഷിച്ചത് ഗാന്ധിജിയാണ്. ഇനി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് C. ശങ്കരൻ നായരാണ്. C. ശങ്കരൻ നായർ കേട്ടപ്പോൾ എനിക്ക് രക്തം തിളയ്ക്കുന്നു. ഒക്കെ കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. നമ്മൾ ത്രസിച്ചു പോകും. എന്താണെന്ന് പറയുക, ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളിൽ നമ്പർ 1 നമ്മുടെ സ്റ്റേറ്റാണ്. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും, ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നമ്മളെ സ്റ്റേറ്റാണ് ഒന്ന്. അത് നമ്മളെല്ലാവരും കൂടെ കൂടി ചേർന്നെടുത്തതാണ്. ഒരാൾ മാത്രമല്ല,
ഒരു ഭരണ സംവിധാനമല്ല, കേരളീയരെല്ലാം കൂടി നേടിയെടുത്തതാണ് കേരളം നമ്പർ 1. മറ്റ് സ്റ്റേറ്റുകൾക്ക് തന്നെ അസൂയാണ്. കേരളീയർ ഇങ്ങനെ നടക്കുന്നു, നല്ല വിജ്ഞാനം, നല്ല ആരോഗ്യം, നല്ല പാർപ്പിടം, കുടിവെള്ളം കിട്ടുന്നുണ്ട് ഇല്ലേ, നല്ല രാഷ്ട്രീയ ബോധം, സാക്ഷരതാ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രസ്ഥാനങ്ങൾ, ഇതൊക്കെ നടക്കുന്നത് നമ്മൾ കേരളത്തിലാണ് യഥാർത്ഥത്തിൽ. അതിൽ ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ നിങ്ങൾ അഭിമാനിക്കുന്നില്ല? യഥാർത്ഥത്തിൽ ഉണ്ടോ? ഉണ്ട് ഇല്ല? യഥാർത്ഥത്തിൽ നിങ്ങളെ വീട്ടിലൊക്കെ ഇത് ചർച്ച ചെയ്യണം. വേറൊരു കാര്യം എന്താണെന്ന് അറിയാം, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് പറഞ്ഞില്ല എങ്കിൽ അത് ശരിയല്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചക്രവാണി സാറിൻ്റെ അടുത്ത് ചോദിക്കണം. ചക്രവാണി സാറ് 2023 മറക്കാൻ പറ്റാത്തൊരു സംഭവം ഏതെന്ന് കേട്ടാൽ ചക്രവാണി സാർ ഒരു ഒറ്റ ഉത്തരം പറയട്ടെ. നിങ്ങൾ അതിനോട് യോജിക്കുന്നോ ഇല്ല എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിനിധികളാണ് നിങ്ങൾ. 2023 ഞാൻ കേട്ട ഏറ്റവും വലിയ സംഭവം, സ്ത്രീധനം ചോദിക്കുന്നവൻ്റെ മുഖത്ത് നോക്കി പോടാ എന്ന് ആ പെൺകുട്ടി പറയണം എന്ന് ഒരു ഭരണാധികാരി പറഞ്ഞതാണ് എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ വാക്ക്, ആ പോടാ എന്നുള്ള വാക്ക്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റിനോട്? വളരെ ശരിയാണ്, അങ്ങനെ തന്നെ പറയണം. പറയണ്ടേ? അങ്ങനെ തന്നെ മുഖത്ത് നോക്കി പറയണം. അത് മാത്രമല്ല അച്ഛൻ്റെ അടുത്തും പറയണം. സ്ത്രീധനം ചോദിക്കാനായിട്ട് വരുന്ന മകൻ്റെ അച്ഛൻ്റെ അടുത്തും പറയണം. എന്തോന്ന്? പോടാ എന്ന് പറയണം. വേണ്ട യഥാർത്ഥത്തിൽ പറയേണ്ട യഥാർത്ഥത്തിൽ. അത് വാസ്തവമാണ്. ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറത്തുള്ളവരാണ്. എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ഒന്നാമത് ഈ സ്വർണ്ണത്തിനൊക്കെ വില എത്രയാണെന്ന് അറിയാം. ഒരു പവന് ഇപ്പോൾ എത്ര രൂപയാണ്? 40. ഇയാൾ ഇവിടുത്തെ കാര്യം. ഒരു പവൻ വാങ്ങിക്കണമെങ്കിൽ മിനിമം 50,000 രൂപ കൂടുതൽ കൊടുക്കണം, ഇല്ലേ സൂരജ്? 50,000 രൂപ കൂടുതൽ കൊടുക്കണം ഒരു പവൻ വാങ്ങണമെങ്കിൽ. അപ്പോഴാണ് വന്ന് സ്ത്രീധനം ചോദിക്കുന്നത്. അപ്പോഴെന്തോന്ന് പറയണം? പോടാ എന്ന് പറയണം. ചക്രവാണി സാറ് പറയണതല്ല. ശരിയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് വിഷയത്തിലേക്ക് കടന്നെടുത്താ ഇത് നമ്മുടെ സ്വകാര്യമായി നമ്മൾ സംസാരിച്ചാണ്. പക്ഷേ ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം, വേണ്ടേ? കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ എൻ്റെ അടുത്ത്, ഒരു സ്റ്റുഡൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയൊക്കെ പഠിക്കണമെന്ന്. സാധാരണ ഇത് എൻ്റെ അടുത്ത് ആളുകൾ പേരൻസ് വന്ന് ചോദിക്കും, അച്ഛനും അമ്മയും കുട്ടിയും കൂടെ വന്ന് ചോദിക്കും എങ്ങനെയൊക്കെ എന്താ പഠിക്കണമെന്ന്. ഞാൻ അവർക്ക് കൊടുക്കുന്ന ഉപദേശം നിങ്ങൾക്ക് തരികയാണ്. തരട്ടെ? 1, ഉള്ളിൽ തട്ടി ജോലി വേണമെന്നൊരു ധാരണ വേണം. 2, അല്പസ്വല്പം ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ പഠിക്കും. 3, റാങ്ക് ഫയൽ കയ്യിലെടുക്കുന്നവൻ പിന്നോക്കം പോകും. ഉത്തരം വിളിച്ചു പറയുന്നവൻ ഈ ജന്മത്തിൽ ജയിക്കില്ല, തീർച്ചയായും. അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിലാണ് പഠിച്ചിട്ട് പോകണം. ശരി, അതും പോട്ടെ. നിങ്ങൾ ഇപ്പോൾ എഴുതിയത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് അല്ലേ? നിങ്ങൾ എഴുതിയെടുത്തതാണ്. നിങ്ങൾക്ക് ഈ പ്രിൻ്റഡ് മെറ്റീരിയൽ എവിടെ നിന്ന് തന്നാലും അത് വാങ്ങിച്ച് അപ്പം ചുരുട്ടി എറിഞ്ഞ് കളയണം. ആ പ്രിൻ്റഡ് മെറ്റീരിയലിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയെടുക്കണം. ആ എഴുതിയെടുക്കുന്നതിന് നിങ്ങൾ സ്നേഹിക്കും. അതേസമയം ഞാൻ നിങ്ങൾക്ക് കുറേ പ്രിൻ്റഡ് മെറ്റീരിയൽ തരികയാണ്, ഡെയിലി 50 മെറ്റീരിയൽ തരികയാണ്. അതിനോട് നിങ്ങൾക്കൊരു കൂറ് കാണില്ല. നിങ്ങൾ ആദ്യം ജോലി കിട്ടിയാൽ കത്തിക്കുന്നത് അതായിരിക്കും. ജോലി കിട്ടുകയാണെങ്കിൽ കുറേ കാലം എടുക്കും ജോലി കിട്ടാൻ പ്രിൻ്റഡ് മെറ്റീരിയൽ ആണെങ്കിൽ. എഴുതിയെടുത്ത് പഠിക്കണം. അതേപോലെ അധ്യാപകൻ ഒരിക്കലും, ചില അധ്യാപകരെ പഠിപ്പിക്കണത് നോക്കുകയാണ്. എന്നെ പോലെ ആണെങ്കിൽ 100 കിലോ നോക്കണം. ശരിയില്ലേ? നടത്തത് ഇങ്ങനെ നോക്കുകയാണ്. ചിലപ്പോൾ അങ്ങ് ഓടിപ്പോവും. അധ്യാപകൻ പഠിപ്പിക്കുന്ന അധ്യാപകൻ നോട്ട് എഴുതിക്കൊണ്ടുവരണം. നോട്ട് എഴുതിക്കൊണ്ടുവന്ന് ആ നോട്ട് പഠിപ്പിക്കണം. ആ സാറിൻ്റെ കൈ അക്ഷരത്തിൽ നോട്ട് എഴുതിക്കൊണ്ടുവരണം. ഇത് ഈ മൊബൈൽ കൊണ്ടുവരണം. കുഴിമടിയൻ അധ്യാപകനാണ്, സംശയം വേണ്ട. ഈ പ്രിൻ്റഡ് നോട്ട് തരുന്നവൻ അപരിഷ്കൃതനാണ്. ആ പ്രിൻ്റഡ് നോട്ട് തരിക എന്ന് പറയുന്നത് നിങ്ങളെ പറ്റിക്കാനാണ്, ഫീസ് വാങ്ങിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ പ്രിൻ്റഡ് നോട്ട് തരുന്നത്. നോട്ട് എത്രയോ 50 വർഷക്കാലം കുട്ടികൾ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു, കുട്ടികൾ എഴുതിയെടുക്കുന്നു. അതും ഡയറിയിൽ എഴുതാൻ സമ്മതിക്കില്ല. നിങ്ങളെ ഏതെങ്കിലും ഒരു കൊച്ചു ഡയറി കൊണ്ടുവന്ന് എന്തെങ്കിലും എഴുതാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ കൊടുത്തൊരു ഉപദേശമാണ്. അതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കണം, നെഗറ്റീവ് എഴുതരുത്, ഉത്തരത്തിളങ്ങും. പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണം. അത് സംശയം വേണ്ട. നമ്മൾ വളരെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ പുറത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതുപോലെ നമ്മുടെ പല ക്വസ്റ്റ്യൻസും വരെ എക്സാം കഴിയുമ്പോഴും കുട്ടികൾ ആ വേർഡാണ് യൂസ് ചെയ്യുന്നത്, ഉത്തരം തിളങ്ങിയതാണ്. യഥാർത്ഥത്തിൽ തിളങ്ങണം, വേണ്ട യഥാർത്ഥത്തിൽ. എന്ത് പാടുപെട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ഈ 3000-5000 രൂപ ഫീസ് കൊടുക്കുന്നത്, മാസം 1000 രൂപ കൊടുക്കുന്നത്, എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പോണത്? നമ്മൾ ഓൺലൈനിൽ കിടക്കയില്ല 1200 ക്ലാസ്. അത് ഈ പഠിപ്പിക്കുന്ന അധ്യാപകർ കാണും, കുട്ടികൾ കാണില്ല. അതാണ് പ്രശ്നം.
ശരി, നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു. പഴയൊരു വാക്കുണ്ട്, ആദ്യം 4 ഉത്തരം നടക്കും, പിന്നെ അത് 3 ആ, അത് ശരിയാണ്. സൂരജ് പറയുന്നത് കേട്ടാ. അതായത് നമ്മളിത് പഠിപ്പിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം വന്ന് ചേരുന്ന കുട്ടിക്ക് ഒരു ചോദ്യത്തിന് 4 ഉത്തരമുണ്ട്, അത് 4 തിളങ്ങും. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് 3 ഉത്തരം തിളങ്ങും, പിന്നെ 2 ഉത്തരം തിളങ്ങും, പിന്നെ എത്ര ഉത്തരം തിളങ്ങും? 1 ഉത്തരം തിളങ്ങും. അപ്പോൾ ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യം നിങ്ങൾ സപ്ലിയിൽ വരും, പിന്നെ നിങ്ങൾ മെയിനിൽ വരും, മെയിനിൽ പുറകെ കിടക്കും, പിന്നെ മെയിനിൽ ആദ്യം വരും. മനസ്സിലായി? ഒറ്റയടിക്ക് ജോലി ചിലരും കിട്ടുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് പടിപടിയായിട്ട് ഒരു ജോലി കിട്ടും. പക്ഷേ പ്രിൻ്റഡ് നോട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ പടക്കക്കടയിലെത്തിക്കുക. ഈ പ്രിൻ്റഡ് നോട്ട് കൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകണേ സെൻറ്ററിൽ ആരെങ്കിലും വരികയാണെങ്കിലും ഉണ്ടല്ലോ, അത് നോക്കേ പോലും ചെയ്യരുത്. അപ്പോൾ മനസ്സിലായിക്കോളൂ ഇത് പോക്കാണ്. എന്താ? ശരി, വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2008-ലേതാണ്. 2008-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ദേശീയ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനായിട്ട്. അപ്പോൾ നമുക്കേ ഈ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് തന്നെ സവിസ്തരം ഒന്ന് സംസാരിച്ചാൽ എന്താ? സംസാരിക്കും, ആരോട് സംസാരിച്ചോളൂ. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രധാനമന്ത്രി തന്നെയായിരിക്കും. ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ശരി, അടുത്തത് പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് 2015 ജനുവരി 1 രൂപീകരിച്ചതാണ് നീതി ആയോഗ്. നീതിയുടെ ഫുൾ ഫോം ഒന്ന് പറഞ്ഞു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അത് PSCക്ക് ചോദിച്ചാണ് അല്ലേ? ഇനി ആസൂത്രണ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, ഒരു പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, അഡ്വൈസറി ബോഡിയാണോ? അഡ്വൈസറി ബോഡിയാണ്. ശരി, ഇനി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷനാരായിരുന്നു? അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. അവസാനത്തെ ഉപാധ്യക്ഷനാരായിരുന്നു? മോണ്ടേക് സിംഗ് അലുവാലിയ. അങ്ങനെയാണെങ്കിൽ നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി. ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി. അതിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിന്റെ CEO ആരാണ്? സുബ്രഹ്മണ്യം. സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ കുള്ളർ അല്ലേ? ശരിയാണ്. നീതി ആയോഗ്. പ്ലാനിംഗ്, പിന്നീട് പ്ലാനിംഗ് കമ്മീഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഇപ്പോഴത്തെ നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷന് പകരം സംസ്ഥാനങ്ങളിലുള്ളതാണ് ആസൂത്രണ ബോർഡ്. എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. ആസൂത്രണ ബോർഡ്, നമ്മളെ കേരളത്തിലെ ആസൂത്രണ ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? ഇപ്പോഴത്തെ ഡോക്ടർ വി കെ രാമചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പ്ലാനിംഗ് ബോർഡ് ആദ്യം വരുന്നത് 1967-ലാണ്. അപ്പോൾ ആദ്യ ചെയർമാൻ ആരായിരുന്നു? EMS ആയിരുന്നു. EMS എത്ര തീരെ മുഖ്യമന്ത്രി ആയിരുന്നു? 2 തീരെ. 57-ലും 67-ലും മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തി ആരാണ്? EMS ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? PT ചാക്കോ. നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് വിചാരിച്ചാണ് ഞാൻ പെട്ടെന്ന് PT ചാക്കോ എന്ന് പറഞ്ഞത്, സോറി. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. പിന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായ KG ബാലകൃഷ്ണൻ കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആളായിരുന്നു? കോട്ടയം ജില്ലയിലാണ്. ശരി, KG ബാലകൃഷ്ണൻ സുപ്രീം കോടതിയിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു? 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? ഇപ്പോഴത്തേത് DY ചന്ദ്രചൂഡ്. 50ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് 50ാമത്തെ ആൾ. ശരി, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 38ാമത്തെ ആണ്. ഇപ്പോ AJ ദേശായി. അപ്പോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് മലയാളിയായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണനായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതി നിലവിൽ വന്നത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് നിയമിക്കുന്ന ആരാണ്, സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സത്യപ്രതിജ്ഞയും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിക്കുന്ന ആരാണ് നിയമിക്കുന്നത്, ഇങ്ങനെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
സംസാരിച്ചു തുടങ്ങിക്കോളൂ. ആർക്കും കൂടെ സംസാരിക്കാം. സുപ്രീം കോടതി നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നാണ്. സുപ്രീം കോടതിയുടെ ആദ്യത്തെ സിറ്റിംഗ് നടക്കുന്നത് 1950 ജനുവരി 28-നാണ്. ഇനി സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് KG ബാലകൃഷ്ണൻ. അങ്ങനെയാണെങ്കിൽ നിലവിൽ സ്വദേശം കോട്ടയം. നമ്മളെ KR നാരായണന്റെ സ്വദേശം കോട്ടയം തന്നെയാണ്. ഉഴവൂർ. KR നാരായണന്റെ സ്ഥലവും എവിടെയാണ്? കോട്ടയം ജില്ലയിലെ ഉഴവൂർ. ശരി, ഇനി സുപ്രീം കോടതിയിലേക്ക് തിരിച്ചു വരാം. സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹരിലാൽ J കെനിയയാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഇപ്പോഴത്തേത് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. എത്രാമത്തത്? 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുന്നിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 3. ആകെ ഷെഡ്യൂൾ എത്ര? 12 ഷെഡ്യൂൾ. എന്നാൽ ഈ ജഡ്ജിമാരുടെയും ഗവർണറുടെയും പ്രസിഡന്റിന്റെയും ഒക്കെ ശമ്പളവും ആനുകൂല്യങ്ങളെയും കുറിച്ച് പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? ഷെഡ്യൂൾ 2. സംസ്ഥാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് ഷെഡ്യൂൾ 1. അപ്പോൾ ഷെഡ്യൂൾ 1, 2, 3 വളരെ ക്ലിയർ ആണ്. വെരി മെനി താങ്ക്സ്. അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഞാൻ ആലോചിക്കാതെ തന്നെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ശരി, ഇനി സുപ്രീം കോടതിയെ കുറിച്ച്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് സുപ്രീം കോടതിയുടെ ആസ്ഥാനം. ഒറിജിനൽ അധികാര പരിധിയുള്ള കോടതിയാണ്. ഏത് വിഭാഗമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്? സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി എത്രയാണ്? 65 വയസ്സ് വരെ തുടരാം. സുപ്രീം കോടതി ജഡ്ജിക്ക് 65 വയസ്സ് വരെ തുടരാം. ഹൈക്കോടതിയിലാണെങ്കിൽ 62. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പ്രായം എത്രയാണ്? 62. ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഹൈക്കോടതി ജഡ്ജിമാരെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ആരുടെ ശുപാർശ ഇതിനകത്തുണ്ട്? ചീഫ് ജസ്റ്റിസിന്റെ ശുപാർശയോടുകൂടിയാണിത് നിയമിക്കുന്നത്. നമ്മുടെ നിയമ വിഭാഗത്തിന്റെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ് അല്ലേ? സുപ്രീം കോടതിയാണ്. നിയമങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുന്നതൊക്കെ ആരാണ്? സുപ്രീം കോടതിയാണെന്ന് മനസ്സിലാക്കി വെക്കണം. റിട്ട് അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്കാണ്. ഹൈക്കോടതിക്കുണ്ട് റിട്ട് അധികാരം. ശരിയാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നു. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതി റിട്ടുകൾ ആകെ എത്രയാണ്? 5. റിട്ടുകൾ കടമെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ കടമെടുത്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കൂടെ അവസാനിക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്കൂടെ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളും സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സമ്മിശ്രമായ പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ തിരികെ കയറ്റുന്നതിൻ്റെ പുറകെയും അല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിൻ്റെ പുറകെ നിങ്ങൾ പോകരുത്. നിങ്ങൾ അക്രമപ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടാൻ പോകരുത്. നിങ്ങൾ പഠിച്ച് ഒരു തൊഴിൽ വാങ്ങി നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഉള്ളവരാണ് നിങ്ങൾ ചെറുപ്പക്കാർ. നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.